ഏതായാലും അപ്സരസുകളെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഈ ഗന്ധർവന് ഒരു സമ്മാനമായിട്ടാ ഞാൻ വന്നിരിക്കണേ. സമ്മാനോ? എന്ത് സമ്മാനം? അല്ല, ഈ ഗിഫ്റ്റ് ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഈ ഗിഫ്റ്റോ? ഇതെനിക്ക് ഏട്ടൻ തന്നതാ. ഏട്ടനോ? അനിയൻകുട്ടൻ എപ്പോഴാ നിനക്ക് മൂത്തതായത്? എന്റെ അറിവിൽ അനിയൻകുട്ടൻ നിനക്ക് അനിയനല്ലേ? ഈ ഒരേ വയറ്റിന്ന് പിറന്നാലേ കൂടപ്പിറപ്പുകളാവുന്ന ആരാ പറഞ്ഞത്? അപ്പൊ അവൻ നിന്റെ കൈ തന്നിട്ട് പോയല്ലേ? നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്ന, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഏട്ടനും അനിയനും ഒക്കെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ വല്യൂഞ്ഞിന്റെ ഫ്രണ്ട് സുബ്രു സാറും എനിക്ക് ഏട്ടനാ. ഈ ഗിഫ്റ്റ് വല്യൂഞ്ഞിന് തന്നപ്പോ വല്യൂഞ്ഞ് വാങ്ങിയില്ലെന്ന്. ഓ, അപ്പൊ അവൻ നിന്റെ കൈ തന്നിട്ട് പോയല്ലേ? വല്യൂഞ്ഞ് വാങ്ങാത്ത ഗിഫ്റ്റ് ഞാൻ വാങ്ങില്ലെന്ന് സുബ്രു സാറിനോട് പറഞ്ഞതാ. ഏട്ടൻ തന്നാ അനിയത്തി വാങ്ങില്ലെന്ന് ചോദിച്ചപ്പോ എനിക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ ഏട്ടനും അനിയത്തിക്ക് ആയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? വല്യൂഞ്ഞിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്തിന്? അപ്പോ ദേഷ്യമില്ലല്ലേ? ദേഷ്യപ്പെട്ടിരുന്നെങ്കി കെട്ടിപ്പിടിച്ചിരുന്ന് ഒരു ഉമ്മയൊക്കെ തന്ന് പിണക്കൊക്കെ മാറ്റാന്നാ വിചാരിച്ചിരുന്നത്. എല്ലാം വെറുതെ ആയി. ദേഷ്യം ഉണ്ടോന്നോ? ദേഷ്യം കൊണ്ട് ഞാൻ ഹാലിളകി നിൽക്കുക. ഭയങ്കര ദേഷ്യം, ഭയങ്കര ദേഷ്യം. വേഗം അല്ലെങ്കിൽ എന്റെ ദേഷ്യം കൂടും. വേഗോട്ടെ. കള്ള. ഞാനിത് എവിടെയാണ്? ഇതൊരു ഹോസ്പിറ്റലാണല്ലോ. എന്തൊക്കെയാ സംഭവിച്ചത്? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം കഴിഞ്ഞോ? ഫോൺ ഓൺ ആവുന്നില്ലല്ലോ. എന്താ മേനോനെ, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? യെസ് ഡോക്ടർ, ഒരു നല്ല സ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെ തോന്നുന്നു. വെരി ഗുഡ് മിസ്റ്റർ മേനോൻ. ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയുന്നുണ്ടായിരുന്നെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് തന്നെ ഇവിടുന്ന് പോകാം. താങ്ക് യു ഡോക്ടർ. നിങ്ങളുടെ മാനേജർ ഗോപി എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു. ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഗോപി കൊണ്ടുവരുമായിരുന്നു. ഗോപിയെ പോലും മേനോന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു എന്ന് ചുരുക്കം. എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിപ്രഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ. അല്ല ഡോക്ടറെ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞായിട്ട് വല്ലതും അറിയാമോ? കല്യാണം കഴിഞ്ഞില്ല, പക്ഷേ ഗംഗ തന്നെ അഖില മാഡത്തിന്റെ മൂത്ത മരുമകൾ. അങ്ങനെ അഖില മാഡം പ്രഖ്യാപിച്ചെന്നാ കേട്ടത്. ഓഹോ, അതിലൊരു വലിയ അപകടമുണ്ടല്ലോ ഡോക്ടറെ. ഗംഗയുടെ ഉദ്ദേശങ്ങൾ വേറെയാണ്. ഗംഗ ആരാണെന്നുള്ള സത്യം അറിഞ്ഞാൽ പിന്നെ അഖില മാഡം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും, അത് ഉറപ്പാ. അത് മാത്രമല്ല, ഗംഗയെക്കുറിച്ച് അഖില മാഡം അറിഞ്ഞിരിക്കുന്നത് മുഴുവൻ അസത്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഗംഗ നാഗമഠത്ത് പ്രിയങ്കയുടെ അനുജത്തിയാണ്. അവളെക്കുറിച്ചുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിൽ ഇപ്പോഴും സേഫായിട്ടിരിപ്പുണ്ട്. ഞാനതൊരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഡോക്ടർ, എനിക്ക് ആനന്ദിനെ ഒന്ന് കാണണം.
എന്റെ ഫോൺ ഓൺ ആവുന്നില്ല. ആക്സിഡന്റ് സംഭവിച്ചാണെന്ന് തോന്നുന്നു. ആനന്ദിനെ ഞാൻ വിളിച്ച് കാര്യം പറയാം. മതി. മേനോൻ ഇന്ന് തന്നെ പോകാം. ഓൾ ദ ബെസ്റ്റ്. ആനന്ദിനെ വിളിക്കുന്ന കാര്യം മറക്കണ്ട. ഓക്കെ, ശരി, നോക്കാം. ഓക്കെ. വാ പോകാം. ഡോക്ടറാണല്ലോ. മേനോൻ സാറിന്റെ കാര്യം പറയാനായിരിക്കും. ഹലോ ഡോക്ടർ. ആ ആനന്ദ്, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആ പറയൂ ഡോക്ടർ. മിസ്റ്റർ ഗിരീഷ് മേനോന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അറിയുന്നുണ്ടായിരുന്നല്ലോ. ആ യെസ് ഡോക്ടർ. ഇന്ന് മേനോനെ ഡിസ്ചാർജ് ചെയ്യാം. ഓ താങ്ക് യു ഡോക്ടർ. മേനോന് നിങ്ങളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ? അത് ഗംഗയെക്കുറിച്ചുള്ള എല്ലാ ഡോക്യുമെന്റ്സും അയാളുടെ പക്കലുണ്ടത്രേ. അതൊരു പെൻഡ്രൈവിലാക്കി ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അത് നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. മേനോന് നിങ്ങളെ കണ്ടേ പറ്റൂന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വന്നാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ആ ഓക്കെ ഡോക്ടർ, ഞാനിതാ പുറപ്പെട്ടു. കിഷോർ, നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് ചെല്ലാം. ഗിരീഷ് മേനോന്റെ ബില്ല് പേ ചെയ്യും. ബില്ലുമായി ചെന്ന് ഗിരീഷ് മേനോനെ ഡിസ്ചാർജ് ചെയ്ത് ഈ കാറിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നീ മേനോന്റെ ആനന്ദിന്റെയും സുഹൃത്തായതുകൊണ്ട് ആനന്ദ് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാണെന്ന് മേനോനോട് പറഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കും. അതിബുദ്ധി കാണിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണെന്ന് നിനക്ക് തന്നെ അറിയാം. നിന്റെ ഭാര്യയും മക്കളും എന്റെ കസ്റ്റഡിയിലാണ്. നീ എന്നെ ചതിച്ചാൽ അവരുടെ ശവശരീരങ്ങൾ പോലും പിന്നെ നീ കാണില്ല. അത് ഓർമ്മ വേണം. പൊക്കോ. ശരി. നമസ്കാരം മാഡം. ശരി. എക്സ്ക്യൂസ് മീ, ഗിരീഷ് കെ മേനോന്റെ ബില്ല്. ഒരു മിനിറ്റ് സാർ. ഇതാണ് സാർ, നോക്കൂ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. ശരി. ആ കിഷോറെ, നീ എന്താ ഇവിടെ?
ആനന്ദ് പറഞ്ഞിട്ട് വന്നതാ. ഓ ബില്ലടച്ചിട്ടുണ്ട്, നമുക്കിറങ്ങാം. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ആനന്ദിനെ ഒന്ന് വിളിക്കണം. നീ ആ ഫോണും തന്നേ. ആനന്ദ് ഒരു അർജന്റ് മീറ്റിംഗിലിരിക്കുക. ഇപ്പോൾ വിളിച്ചാൽ എടുക്കില്ല. മീറ്റിംഗിലോ? എനിക്ക് ആനന്ദിനെ ഉടനെ ഒന്ന് കാണണമല്ലോ. ഡോക്ടർ ആനന്ദിനോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആനന്ദാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓ മീറ്റിംഗ് ആയതുകൊണ്ട് മേനോൻ സാറിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ. ഓ ശരി ശരി, എന്നാ പോവാം. ആ. നിങ്ങൾ ഇറങ്ങി വെളിയിൽ നിൽക്ക്. ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടരുത്. ആ സിസ്റ്ററെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആനന്ദ് സാർ വന്നില്ലേ? അത് അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ ഓക്കെ. ഓക്കെ. പോ. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ. ഹലോ. ഹലോ. ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഒരു സുഹൃത്തിനെ ഡിസ്ചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അതെ, ഇപ്പം കഴിയും. ഞാൻ അല്പം കഴിഞ്ഞ് തിരികെ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട. ഇല്ല, ആ ഫയൽ ഞാൻ ഒപ്പിട്ട് വെച്ചായിരുന്നല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ സാർ. ഇവിടെ അഡ്മിറ്റ് ആയിരുന്ന ഗിരീഷ് കെ മേനോന്റെ ബില്ല് ഉണ്ടെന്ന് പറയാമോ? 1 മിനിറ്റ് സാർ. സാർ, ഗിരീഷ് കെ മേനോൻ സാർ ഡിസ്ചാർജ് ആയല്ലോ. ബില്ല് പെയ്ഡ് ആണല്ലോ. ബില്ല് പെയ്ഡ് ആണെന്നോ? ബില്ല് പെയ്ഡ് ആണെന്ന്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാൻ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് റൂം വരെ ഒന്ന് പോയി നോക്കാം. നീ വാ. മേളിൽ നോക്കാം. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, മിസ്റ്റർ ഗിരീഷ് കെ മേനോൻ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോയല്ലോ. സാറ് പറഞ്ഞയച്ച ആള് വന്നാ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയെ. അല്പം താമസിച്ചു. ആ ഫോൺ വന്നതാ പറ്റിയത്. പോയിട്ട് എത്ര നേരമായി സിസ്റ്റർ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എങ്കി വാ, താഴെ നോക്കാം. പോയി കാണില്ല. വാ നോക്കാം. ശരി. എക്സ്ക്യൂസ് മീ സാർ. ഗിരീഷ് മേനോൻ ഇങ്ങോട്ട് വന്നോ? ഇല്ല സാർ, കണ്ടില്ല. സാർ, സുരേഷ് ഏത് വാർഡിലാണ് കിടക്കുന്നത്? നോക്കട്ടെ. നമ്മളെങ്ങനെ പോകുന്നു? കാറുണ്ട് സാർ. ഇതോ? വെൽക്കം മിസ്റ്റർ ഗിരീഷ് കെ മേനോൻ. ഓ, നീയോ? അത് ശരി, കാര്യങ്ങളൊക്കെ അപ്പോ അങ്ങനെയാണല്ലേ. ഈ മേനോൻ സാർ എങ്ങോട്ടാ പോയത്? ഈ കോമ്പൗണ്ടിനകത്ത് അങ്ങനെ ഒരാളില്ല.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നീ വാ, നമുക്ക് നോക്കാം. ഇത് നീ കൂടി ചേർന്നുള്ള ചതിയായിരുന്നല്ലേടാ? ക്ഷമിക്കണം സർ, വേറെ നിവൃത്തിയില്ലായിരുന്നു. എൻ്റെ ഭാര്യയും മക്കളെയും പിടിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് സർ. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. മാറി നിൽക്കടാ. മേനോൻ, പഴയ പോലീസ് ബുദ്ധിയൊന്നും വേണ്ട. മര്യാദയ്ക്ക് വന്നാ മേനോന് തന്നെയാ നല്ലത്. പോടി. മാറടാ. മടങ്ങിയിരിക്കണം. വേണ്ട, വാ പുത്തേക്ക്. നമ്മൾ അല്പം താമസിച്ചുപോയി. ആനന്ദിന് ആ സമയത്ത് ഫോൺ വന്നത് പറ്റിയത്. ഞാൻ പറഞ്ഞയച്ച ആള് വന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയെന്നാ ആ സിസ്റ്റർ പറഞ്ഞത്. അതെ, അതാണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തത്. ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. നീ കാറെടുക്ക. കഴിഞ്ഞ കുറേ ദിവസം ലീവായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ലീവ് കിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരും ലീവിൽ പോയി. അതാ. വേണ്ട, ചേച്ചിയും കൂട്ടി പോയാൽ മതിയമ്മേ. ആ ശരി. ആ, അവിടെ ചെന്നിട്ട് വിളിക്കണേ. സുജാതെ, എന്താ ദാസേട്ടാ? സാരിയുടെ രൂപ വെച്ചേക്കെ. സാരിയോ? ഏത് സാരി? ഇതെന്താ ഇത്ര പെട്ടെന്ന് മറന്നോ? സുജാതയുടെ ചേച്ചിയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്നല്ലേ കല്യാണിക്ക് സാരി വാങ്ങിച്ചു കൊടുത്തേ? സാരി കല്യാണി പാവം ദാസേട്ടനോട് നുണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തു കൊടുത്തതെന്ന് അവള് കള്ളം പറഞ്ഞത്. ഓ സാരി, ഞാനത് മറന്നു. എന്നാലും കടം മേടിച്ചു കൊടുത്തതല്ലേ, അതെങ്ങനെ മറക്കാൻ പറ്റുമോ സുജാതെ? കല്യാണിയുടെ കാര്യമായതുകൊണ്ടല്ലേ ഞാനിത് വിട്ടുപോയത്. ഞാൻ മറന്നുപോയാലും കല്യാണി ഇത് ഓർമ്മിപ്പിച്ചു തരും. ഏതായാലും രൂപ പിടി. ഇപ്പൊ വേണ്ട ദാസേട്ടാ, ഞാനത് പിന്നെ വാങ്ങിച്ചോളാം. വേണ്ട സുജാതെ, കടം പാടില്ല. വെച്ചേക്ക്. നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോട്ടെ. കല്യാണി എന്തിനാ കള്ളം പറഞ്ഞത്? ആ സിസ്റ്റർ പറഞ്ഞ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകം നമ്മൾ മേനോനെ കണ്ടെത്തേണ്ടതായിരുന്നു. ഇതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. തീർച്ചയായും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. നമ്മുടെ സംശയങ്ങൾ സത്യമാണെന്ന് തെളിയുന്ന രീതിയിലാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ. പലതും ദുരൂഹമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന മേനോൻ സാറ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. അപ്പോ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ആരും അവിടെ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ മേനോനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനാ സാധ്യത.
അത് 100% ഉറപ്പാ. അതാരായിരിക്കും? എന്തിനായിരിക്കും?